ഈ പിണറായി വിജയൻ 2014 മുഖ്യമന്ത്രിയായി. അദ്ദേഹം ആദ്യം എഴുതി കൊടുത്തതെന്നറിയാം, എനിക്ക് പൈലറ്റ് എസ്കോർട്ട് മാത്രം മതി എന്നാണ്. നേരെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതൊരു അക്രമമാണ്. അത് ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ആ പോലീസുകാരുടെ ബാധ്യതയാണ്. ആ സെക്യൂരിറ്റി അവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നേരെ ഒരു ആൾക്കൂട്ടം വന്നാൽ അതിനെ അടിച്ച് മാറ്റേണ്ടത് അവരുടെ ജോലിയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കണ്ണൂർ വന്നു. ജനക്കൂട്ടം ആക്രമിച്ചു. ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിനകത്തുള്ള എല്ലിന് ഏറ് കിട്ടി. സെക്യൂരിറ്റി പോലീസ് എന്ത് ചെയ്തു? ചുമ്മാ നിന്നു. അവരുടെ ജോലിയായിരുന്നു മറ്റവരെ അടിച്ചോടിക്കേണ്ടത്. അവരടിച്ചോടിച്ചില്ല. മുഖ്യമന്ത്രിക്ക് പരിക്കേറ്റ് മുഖ്യമന്ത്രി 2 ആഴ്ചയോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. മഹാത്മാഗാന്ധിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായി. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ ജനങ്ങളുടെ പ്രിയങ്കരനാണ്, എന്നെ ആർക്കും കൊല്ലേണ്ട ആവശ്യമില്ല, സെക്യൂരിറ്റി പിൻവലിക്കാൻ പറഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സമ്മതിച്ചു, സെക്യൂരിറ്റി പിൻവലിച്ചു. 9 ദിവസം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ച് കൊന്നു. ആദ്യം അറ്റംപ്റ്റ് ചെയ്ത ആൾ തന്നെ വന്ന് വെടിവെച്ച് കൊന്നു. നമ്മളൊരു ഒരു ആളിൻ്റെ സെക്യൂരിറ്റി നോക്കുമ്പോൾ ആ ആളിനെ ജീവനോട് രക്ഷിക്കേണ്ടത് സെക്യൂരിറ്റി പോലീസിൻ്റെ ജോലിയാണ്. പഞ്ചാബിലെ ബിയാസ് സിംഗ് പറഞ്ഞു, ഞാൻ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനാണ്, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്ന്. അങ്ങനെ സെക്യൂരിറ്റി പോലീസിനെ മാറ്റി. സെക്യൂരിറ്റി പോലീസിനെ മാറ്റിയപ്പോൾ അക്രമകാരി ബിയാൻ സിംഗിൻ്റെ കാറിൽ കൊണ്ടുവന്ന് ബോംബ് വെച്ചു. മുഖ്യമന്ത്രി ബോംബ് പൊട്ടിത്തെറിച്ച് കാറും മുഖ്യമന്ത്രിയും കൂടെ 100 അടി മുകളിൽ പോയിട്ട് അവിടെ പൊട്ടിത്തെറിച്ച് മുഖ്യമന്ത്രിയുടെ ബോഡിയുടെ അംശം പോലും കിട്ടിയില്ല. അപ്പോൾ ഈ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത ചെയ്യുന്ന പോലീസിനെ ചോദ്യം ചെയ്യുകയും കേസിൽ പ്രതിയാക്കുകയും ചെയ്താൽ അടുത്ത സെക്യൂരിറ്റിയുടെ ജോലി ചെയ്യുന്ന പോലീസുകാരൻ ജോലി ചെയ്യില്ല. നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ റോഡിൽ കൂടെ പോവുകയാണ്. ഒരു പ്രകടനം വന്നു. പ്രകടനത്തിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ കാറിന് നേരെ ബോംബ് എറിഞ്ഞു. സെക്യൂരിറ്റി പോലീസ് എന്ത് ചെയ്യും? നമ്മളിതിനാണ് വെറുതെ കേസ് പിടിക്കുന്ന, അവരങ്ങ് മാറിക്കൊടുക്കും. മുഖ്യമന്ത്രിക്ക് പരിക്ക് പറ്റും. ചിലപ്പോൾ ബോംബ് കാറിനകത്താണെങ്കിൽ മുഖ്യമന്ത്രി മരിച്ചും പോകും. ഇദ്ദേഹത്തെ നമുക്കൊക്കെ പരിചയം ഉണ്ടാവും. നമ്മുടെ കേരളത്തിൻ്റെ മുൻ DGP ആണ്. അദ്ദേഹമാണ് പറയുന്നത് 2016 പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോൾ ഒരു എസ്കോർട്ടും ഒരു പൈലറ്റ് വണ്ടിയും തനിക്ക് സുരക്ഷയായിട്ട് മതി എന്ന് 2016 അധികാരമേൽക്കുമ്പോൾ പിണറായി വിജയൻ തീരുമാനിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു അത്രയും. ഇപ്പോൾ നമ്മളിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 10 വർഷത്തിന് ശേഷം പിണറായി അധികാരം വിട്ടൊഴിഞ്ഞ് പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശനും നമ്മളോട് പറഞ്ഞത് എന്താണ്? എനിക്ക് ഈ 10-40 വണ്ടികളുടെ ഒന്നും ആവശ്യമില്ല. യാത്ര ചെയ്യുമ്പോൾ 2 വണ്ടികൾ മതി, ഒരു പൈലറ്റ് ജീപ്പും ഒരു എസ്കോർട്ട് വണ്ടിയും. കാരണം അത്യാവശ്യം വഴി ഒഴിഞ്ഞ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഈസിയായി തടസ്സങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ അങ്ങനെ വേണമല്ലോ, അതെനിക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനല്ലേ, ഇദ്ദേഹത്തെ പോലെ ആവണ്ടേ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകും. പഴയ മുഖ്യമന്ത്രി അങ്ങനെയല്ല. 40 വണ്ടിയുടെ അകമ്പടിയോടുകൂടിയാണ് യാത്ര ചെയ്തിരുന്നത് എന്ന് ആരോപിച്ചിരുന്നവരാണ് സതീശനും കൂട്ടരും. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പ്രതീതി കേരളത്തിൽ മൊത്തമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉണ്ടാക്കുകയും അതൊരിക്കലും നിഷേധിച്ചുകൊണ്ട് പിണറായിയോ അല്ലെങ്കിൽ LDF പറഞ്ഞ് കേട്ടതായിട്ട് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ എല്ലാവരും വിശ്വസിക്കുന്നു. പിണറായി യാത്ര ചെയ്തിരുന്നത് 40 വണ്ടിയുടെ വാഹന വ്യൂഹവുമായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിരുന്നതെന്നും അത് പൊതുജനങ്ങൾക്ക് വലിയ തടസ്സമുണ്ടാക്കിയിരുന്നു എന്നുള്ളൊരു ധ്വനിയാണല്ലോ. ഒരു ധാർഷ്ട്യം, ഒരു അഹങ്കാരം, അല്ലെങ്കിൽ ഒരു ഏകാധിപതിയുടെയൊക്കെ ലക്ഷണം കാണിച്ചുകൊണ്ടായിരുന്നു പിണറായിയുടെ ഭരിച്ചിരുന്നത് എന്ന് വരുത്തി തീർക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന്, ആരുടെ, സതീശൻ സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രാധാന്യം കിട്ടുന്നത്. അതാണ് മുൻ DGP പറയുന്നത്. 2016 അധികാരമേൽക്കുമ്പോൾ പിണറായിയും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്, ഈ 2 വണ്ടി മതിയെന്ന്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ 40 വണ്ടികളുടെ ഈ വാഹന വ്യൂഹമൊക്കെ എടുത്തിട്ട് വലിയ സെക്യൂരിറ്റിയിൽ പോകാനിടയായത്? ഇനിയിപ്പോൾ ഈ സതീശൻ സാർ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം 5 വർഷം ഇനി അദ്ദേഹം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഈ കേരളത്തിൽ തന്നെയാണല്ലോ താമസിക്കുന്നത്. കാണാം. 2016 പിണറായി വിജയൻ ഇതേപോലെ നമ്മളോട് പറഞ്ഞതാണ്, എനിക്ക് 2 വണ്ടി മതി എന്നുള്ളത്. പിന്നീടാണ് അദ്ദേഹത്തിനെതിരെ ചില സമരപരിപാടികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, സ്വർണ്ണക്കള്ളക്കടത്ത് കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിനെതിരെയുള്ള വലിയ തോതിലുള്ള സമരപരിപാടികൾ, വഴിയിൽ തടയലൊക്കെ തുടങ്ങിയപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തിനോട് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണമെന്നും Z കാറ്റഗറിയിലേക്ക് മാറണമെന്നും പിന്നെ ആ സെക്യൂരിറ്റി എല്ലാം നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെന്നും വന്നപ്പോൾ വണ്ടികളുടെയും അല്ലെങ്കിൽ സെക്യൂരിറ്റി വാഹനങ്ങളുടെയൊക്കെ എണ്ണം കൂട്ടുകയും
അതൊരു 6-7 വണ്ടികളാണ് ആയിരിക്കുന്നത്. അതെങ്ങനെയായിരുന്നു എന്ന് ഇനി നമ്മൾ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്കാലത്ത് ഇപ്പോൾ ഈ ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങളൊന്നും നുണ പറയില്ലല്ലോ. അവർ സത്യം മാത്രം പറയുന്ന ഒരു മാധ്യമല്ലേ. അവരൊരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ സെക്യൂരിറ്റിയെ പറ്റി പറയുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട്, അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പം നമ്മൾ നുണ പറഞ്ഞു എന്ന് വേണ്ട, ഏഷ്യാനെറ്റ് തന്നെ ആ സത്യം പറയട്ടെ. കോഴിക്കോട്ടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്നുകൂടി നമുക്കൊന്ന് വേഗം നോക്കാം. Z+ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് സഞ്ചരിക്കുന്നതാകെ 7 വാഹനങ്ങൾ അടങ്ങുന്ന ഒരു സുരക്ഷാ വ്യൂഹത്തിലാണ്. എന്നാൽ ജില്ലയ്ക്ക് പുറത്തേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ 15 വാഹനങ്ങൾ വരെ ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ വാഹനം, പോലീസ് അകമ്പടി വാഹനങ്ങൾ, കമാൻഡോ സ്ട്രൈക്കർ വാഹനം, ഫയർഫോഴ്സിന്റെ വാഹനം, ആംബുലൻസ് എല്ലാം ഉൾപ്പെടെയാണിത്. അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്നത് എന്നൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണായുധമാക്കിയത് നമ്മളിവിടെ കേട്ടത്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഒരു പരിധിവരെ വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി നവകേരള യാത്രയുമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ടല്ലോ. നമുക്കറിയാലോ, മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ വലിയ വിലപിടിപ്പുള്ള ഒരു ബസ്സിൽ കയറി കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റം വരെ യാത്ര ചെയ്തപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ വണ്ടിയുടെ മുന്നിലേക്ക്, കാറിൻ്റെ മുന്നിലേക്കൊക്കെ ഒളിഞ്ഞു നിന്ന് എടുത്ത് ചാടും. ആ എടുത്ത് ചാടുമ്പോൾ പോലീസുകാരും DYFIക്കാരും ചേർന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിക്കുന്ന ചില കാഴ്ചകളൊക്കെ കേരളം മുഴുവൻ കണ്ടതാണ്. അതാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായ ഒരു വലിയ സംഭവം. 2 ചെറുപ്പക്കാരായ ഈ സമരക്കാരെ, കരിങ്കൊടി കാണിച്ചവരെ ഈ ഗൺമാന്മാർ, മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി സ്റ്റാഫിൽപ്പെട്ടവർ ഇറങ്ങി വന്ന് അടിക്കുകയും അത് വലിയ ക്രൂരമർദ്ദനമാവുകയും അതിലൊരാളിപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് MLA ആയിട്ടുണ്ട്. അതെല്ലാം വലിയ തോതിൽ പ്രതിഷേധത്തിനിടയാക്കുകയും നവകേരള സദസ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അതിനേക്കാൾ ദോഷം കിട്ടുകയും അത് ഇടതുപക്ഷത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തു എന്നുള്ളൊരു വസ്തുത വളരെ നിലനിൽക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അന്ന് ആ ചെറുപ്പക്കാരെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെയോ ഗൺമാന്മാർക്കെതിരെയോ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പുതിയ സർക്കാർ വന്നപ്പോൾ ആ നടപടികൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ആ നടപടികൾക്ക് വിധേയമാക്കുകയും വീണ്ടും ആ കേസ് കുത്തിപ്പോക്കുകയും ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്നും മറക്കില്ല ഞങ്ങൾ എന്ന് PD സതീശൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് മുൻ DGPയുടെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. അദ്ദേഹം പോലീസിൻ്റെ തലവനായിരുന്നു. എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി കൊടുക്കേണ്ടത് ഒരു VIP-ക്ക് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് എന്നുള്ളത് അദ്ദേഹം പോലീസിൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിൻ്റെ ശരി തെറ്റുകൾ നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഈ പിണറായി വിജയൻ 2014 മുഖ്യമന്ത്രിയായി. അദ്ദേഹം ആദ്യം എഴുതി കൊടുത്തതെന്നറിയാം, എനിക്ക് പൈലറ്റ് എസ്കോർട്ട് മാത്രം മതി എന്നാണ്. IB-ക്ക് റിപ്പോർട്ട് കിട്ടി അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടാവുന്നു. അങ്ങനെ IB-ആണ് Z കാറ്റഗറി പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് 12 വണ്ടി വന്നത്. ഈ 40 വണ്ടി കൊണ്ട് പോകുന്നതൊക്കെ വെറുതെ ദുഷ്പ്രചരണമാണ്, അങ്ങനെയല്ല. അപ്പോൾ സോണിയാഗാന്ധി വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്താണ് Z കാറ്റഗറി. അപ്പോൾ Z കാറ്റഗറി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലീസുകാർക്ക് Z കാറ്റഗറിയുള്ള VIP അറ്റാക്ക് ചെയ്യപ്പെടാൽ വെടിവെച്ച് കൊല്ലാം. നിയമമാണത്. ആ നിയമം അനുസരിച്ച് ഈ പോലീസുകാർ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് അത് വെറുതെ ലഘൂകരിച്ച് പ്രവർത്തിച്ച് കളയരുത്. Z കാറ്റഗറി പ്രഖ്യാപിക്കുന്ന ഇപ്പോഴത്തെ MLA എ.ഡി. തോമസിനെ വെടിവെച്ച് കൊല്ലാതെ വിട്ടത് മഹാഭാഗ്യം വായിച്ചതല്ല. അല്ല, നിയമം അങ്ങനെയാണെന്നായി പറഞ്ഞേ. നിയമം അങ്ങനെയാണ്. എനിക്ക് ആ MLA-യോട് ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പൊ നമ്മളൊരു പോലീസ് ആക്ഷനെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യക്തിബന്ധം അതിനകത്ത് വരരുത്. നമ്മൾ നിയമം അനുസരിച്ച് സംസാരിക്കാം. തുടർന്നും അലക്സാണ്ടർ ജേക്കബ് സാറ് ഈ സെക്യൂരിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. എവിടെയൊക്കെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ചില അപകടങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉദാഹരണ സഹിതം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ കൊലപാതകമായിരുന്നു തമിഴ്നാട്ടിൽ. ഈ ആൾക്കൂട്ടത്തെ അദ്ദേഹം ചേർത്ത് നിർത്തി അതിലൊരാളാണ് ആൾ ബോംബായി പൊട്ടിത്തെറിച്ച് ഛിന്ന ഭിന്നമായി നമ്മുടെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടത്. ഇന്ദിരാഗാന്ധിയുടെ സംഭവം ചൂണ്ടിക്കാട്ടുന്നു. ലോകത്ത് പലയിടത്തും നടന്ന ഇത്തരം സംഭവങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഒരു ഭരണത്തലവന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ തലവനൊക്കെ ഒരു സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ള ധർമ്മം പോലീസിൻ്റേതാണ്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഈ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിന് മുന്നിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുമ്പോൾ ആ വാഹനമിടിച്ച് അവർ കൊല്ലപ്പെടുകയോ ചെയ്തിരുന്നെങ്കിൽ ആ സംഭവം തന്നെ മാറുമായിരുന്നു. കാറിടിച്ചു കൊന്നു സമരക്കാരെ എന്ന രീതിയിൽ അതിനെ മാറ്റിമറിക്കുമായിരുന്നു. അപ്പം ഈ ജനം വേറൊന്നായിരിക്കും പറയുക എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പല സമര രീതികളും നമ്മുടേത്
പ്രാകൃതമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു കരിങ്കൊടി പ്രതിഷേധം കാണിക്കണമെങ്കിൽ ആ വരുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വാഹനങ്ങളോ വരുന്ന വഴിക്ക് സൈഡിൽ നിന്നുകൊണ്ട് കൈകൊടി വീശി കാണിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും പ്ലക്കാർഡ് ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ചീറിപ്പാഞ്ഞു വരുന്നൊരു വാഹനത്തിൻ്റെ മുന്നിലേക്ക് ഒളിഞ്ഞു നിന്ന് എടുത്തു ചാടുന്നത് തികച്ചും തെറ്റാണ്. അത്തരം രീതികൾ ഏത് സംഘടന, ഏത് പൊളിറ്റിക്കൽ പാർട്ടി ചെയ്താലും അത് ശരിയായ രീതിയല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവർ ഈ രണ്ടുപേർ ആലപ്പുഴയിലുള്ളവർ അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർ ഒരു സൈഡിൽ നിന്ന് കരിങ്കൊടി വീശി കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അവരാ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിൻ്റെ മുന്നിലേക്ക് എടുത്തു ചാടുന്നുണ്ട്. അതുമാത്രം നമ്മുടെ വീഡിയോസിൽ ആരും കാണിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. ഈ ഗവൺമെന്റ്മാർ തല്ലുന്നത് മാത്രമാണ് കൂടുതൽ കാണിക്കുന്നത്. അത് ശരിയാണെന്നുള്ള അഭിപ്രായത്തിലല്ല ഈ പറയുന്നത്. പക്ഷേ അതും കൂടെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കാണാതിരുന്നുകൂടാ. അത് നമ്മുടെ സമരം നടത്തുന്ന ചെറുപ്പക്കാരൻ സംഘടനകളും ഭാവിയിൽ ആലോചിക്കേണ്ടതാണെന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഇനി നമുക്ക് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു യാത്ര എന്നുകൂടി കാണാം. ദേവഗിരി കോളേജിലെ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി നേരെ ഈസ്റ്റ് ഹില്ലിലേക്ക്. അറിയിപ്പ് കിട്ടിയതും പോലീസ് സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്തു. വാഹനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. പിന്നീട് മുഖ്യമന്ത്രി പോകുന്നതുവരെ ആ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിട്ടു. ഇതിനിടയിൽ രാമനാട്ടുകര ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് എത്തുന്നു. മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയും. പോലീസ് ആംബുലൻസ് തടഞ്ഞു. പിന്നീട് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കടന്നുപോയതിനു ശേഷം മാത്രമാണ് ആംബുലൻസ് കടത്തിവിട്ടത്. വിവിഐപികളുടെ സുരക്ഷയ്ക്കായി സിഗ്നൽ ലൈറ്റുകൾ ഓഫ് ചെയ്ത് പോലീസ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പതിവാണ്. ഇത് പലപ്പോഴും അത്യാസന്ന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രോഗികളെ വരെ വലയ്ക്കാറുണ്ട്. നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.